എന്റെ വീട്ടിൽ നീ വിശാലത നൽകണമേ. ദുആ എങ്ങനെയാ? ഇന്നാ അൻസൽനാ ഫീ ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞിട്ട് പിന്നുള്ള ദുആ എങ്ങനെയാ? اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي. ഇന്നാ അൻസൽനാ ഫീ ലൈലത്തുൽ ഖദ്ർ 3 വട്ടം ചൊല്ലുക. അതിനുശേഷം അവൻ എന്ത് പറയുക? اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي. അല്ലാഹുവേ എന്റെ ദോഷം പുറത്തേരണം, എന്റെ വീട്ടിൽ വിശാലത വേണം. എന്താ വീട്ടിലെ വിശാലത? ദുനിയാവിലെ വീട്ടിലെ വിശാലത നമ്മൾ യോഗ്യനാണെന്ന് അവൾക്ക് തോന്നുക, അവൾ എനിക്ക് എമ്പാട് മതിയെന്ന് നമുക്ക് തോന്നുക. പിന്നെ ഖബറിന്റെ വിശാലത, പിന്നെ വിശാലമായ സ്വർഗം, അർശിന്റെ തണല്. അല്ലാഹു അതൊക്കെ തരട്ടെ. അവൻ ചെല്ലണം. കദാലിക അപ്രകാരം തന്നെ, ബിലാ റഫഇയദിൻ കൈ പൊക്കണ്ട, പക്ഷെ അപ്രകാരം തന്നെ കൈ പൊക്കണ്ട, അപ്രകാരം തന്നെ. അതായത് കബലിലേക്ക് മുന്നിട്ടിട്ട് കൈ ഒന്തിക്കണ്ട എന്ന് പ്രകാരം തന്നെ മുസ്തഖ്ബിലൽ ഖിബ്ലത്തി കണ്ണും കൈയൊന്നും പൊന്തിക്കണ്ട എന്ന് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുമ്മ തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ അവൻ എന്ത് ചൊല്ലുക? اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي എന്നുകൂടി പറഞ്ഞാൽ അത് പൂർത്തിയായി. കിട്ടിയല്ലേ മുതല്? ഇനി ഒരു വാക്കുകൂടി പറയാം. എന്ത്? اللهم اغفر لي ذنبي, ഈ സൂറത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം اللهم اغفر لي ذنبي, അല്ലാഹുവേ എന്റെ ദോഷം നീ പുറത്തു തരണമേ. എന്റെ വീട്ടിൽ നീ വിശാലത നൽകണമേ. എന്റെ ഭക്ഷണത്തിൽ വിശാലത നൽകണമേ. ഈ സൂറത്ത് 3 വട്ടം ചൊല്ലിയതിനു ശേഷം പറയ് അല്ലാഹുമ്മ, അല്ലാഹു എന്തായില്ലണ്ടത്? അല്ലാഹുമ്മ ഉഗ്ഫിർ ലീ ദംബി വവസ്സിഅ ലീ ഫീ ദാരി വബാരിക് ലീ ഫീ റിസ്ഖി. അല്ലാഹു തൗഫീഖ് തരട്ടെ. തോഫിയൊക്കെ ഒരുപാട് സ്ഥലത്ത് കാണാം, ഒരുപാട് സ്ഥലത്ത് ഇരിക്കാടുകൾ കാണാം. യഖ്റഉ സൂറത്തുൽ ഖദ്രി സലാസൻ, 3 വട്ടം സൂറത്തുൽ ഖദ്ർ ഓതണം എന്ന് ദുആ ചെയ്യണം. എന്താ ദുആ? اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي. അഞ്ചൊക്കെ ചൊല്ലണം. എന്ത് മുട്ടുണ്ടാകുക? اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي. 3ന്റെ അർത്ഥം പറഞ്ഞുതരാം, ഉദ്ദേശവും പറഞ്ഞുതരാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഉദ്ദേശം ഞാൻ പറഞ്ഞുതരാം. അവിടെ ചില ഉദ്ദേശങ്ങളുണ്ട്, അവിടെ ചില ഉദ്ദേശങ്ങൾ ഉണ്ട്. അങ്ങനെ പറയുന്നതിൻ്റെ പിന്നിൽ ചില ഉദ്ദേശങ്ങൾ ഉണ്ട് എന്ന് അതിലുദ്ദേശമുണ്ട്. എന്താ ഉദ്ദേശം? اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي. എന്താ ഉദ്ദേശം? ഓനെ എല്ലാത്തും നടക്കണം. اللهم اغفر لي ذنبي, എൻ്റെ ദോഷം നീ എനിക്ക് പുറത്തു തരണം. اللهم اغفر لي ذنبي, اللهم اغفر നീ പുറത്തു തരണം. ലീ നല്ല ലീ എനിക്ക്, ദംബി എൻ്റെ ദോഷത്തെ, നീ എൻ്റെ ദോഷത്തെ പുറത്തു തരണം. പിന്നെ ലീ എനിക്ക് നീ വിശാലമാക്കി തരണം. ഫിദാരി എൻ്റെ വീട്ടിൽ. ഏതാണ് ആ വീട്? ദുനിയാവിൽ വിടും, ആഖിറത്തിൽ വിടും. ഖബർ അടക്കം ഇവിടെയും വേണം അവിടെയും വേണം. വീട് 2 ഉണ്ടല്ലോ, 3 ഉണ്ടല്ലോ. 1 ഇപ്പം നമ്മൾ പാർക്കുന്ന വീട്, നാളെ ഖബർ എന്ന വീട്. 3 അള്ളാഹുവിൻ്റെ സുഖലോക സ്വർഗം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് 3 സ്ഥലത്ത് വീടുണ്ട്. 1ാമത്തെ സ്ഥലത്ത് നല്ലവനാണെങ്കിൽ മോശപ്പെട്ടവനാണെങ്കിൽ വീടുണ്ടാവും, വാടക പേരാണെങ്കിലും.
രണ്ടാമത്തെ സ്ഥലത്ത് ആർക്കും മൂടുണ്ടാവും. നല്ലവരാണെങ്കിൽ നന്നാവും, രക്ഷപ്പെടും. ഇല്ലെങ്കിൽ അതിൻ്റെ കാര്യം പറയും വേണ്ട, അള്ളാഹു കാക്കട്ടെ. മൂന്നാമത്തെ സ്ഥലം ഏതാ? അള്ളാഹിൻ്റെ സ്വർഗ്ഗം. അപ്പം മൂന്നും ഇത് ഇനി അതിമൊന്നും പണിയില്ല, പണി കഴിഞ്ഞു. അവസാനത്തെ പണിയാ എന്ത്? വീട്ടിൽ വിശാലത ഉണ്ടാണെങ്കിൽ ഭാര്യ മക്കളും നമ്മൾ നല്ല നിലക്ക് ജീവിക്കണം. അത് അള്ളാഹ് തൗഫീഖ് കണക്കി തരണം. ഭാര്യക്ക് തന്നെ പറ്റൂല. ഇപ്പോൾ ഉള്ള വിഷയം എന്നതല്ലേ. നല്ല ഞാനൊരു ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ വല്ല പിണക്കുണ്ടോ? ഒന്നുമില്ല. ചോപ്പ് ഒക്കെ പിന്നെ വേണ്ട. അവൾ പറയാം, നിങ്ങൾ വേറെ പെണ്ണിട്ടിക്കൂടി, ഞാൻ വേറെ കല്യാണം കഴിക്കുക, എൻ്റെ ഞാൻ ചെയ്തോളാം, നിങ്ങൾ വേറെ കല്യാണം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുഴപ്പമില്ല. ഫ്രണ്ട്ഷിപ്പിൽ കഴിയാം മരണം വരെ. എന്തിനുണ്ട് നിങ്ങൾ വരണം, നിങ്ങൾക്ക് എന്തിനുണ്ട് ഞാനും വരും. പക്ഷേ ഇത് വേണ്ട, വിവാഹം എന്ത് വേണ്ട. ചിലമേ എവിടെ ഇപ്പോൾ ലോകം നിൽക്കുന്നത്? എന്താ മനുഷ്യന്മാരുടെ അവസ്ഥ? ഒന്നും രണ്ടും കുട്ടികളുണ്ട് എന്നിട്ട് പറയാം, 2 കുട്ടികളുണ്ട് എന്നിട്ട് ഭാര്യ പറയാം, എന്ത് പറയാം? ഭാര്യ പറയാണ് ഭർത്താവിനോട് എന്ത് പറയും? നമുക്ക് ഫ്രണ്ട്ഷിപ്പിൽ പോകാം, കുട്ടികൾ നിങ്ങൾ നോക്കിക്കളയും, നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഞാൻ കേസൊന്നും കൊടുക്കില്ല, എനിക്കിപ്പോൾ അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട്, ഞാൻ നോക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും പേര് നോക്കാം, മറ്റേ കൂട്ടർ ഞാൻ എന്നൊരു പേര് ഞാൻ എഴുതി തരാം, കുട്ടികളെ വേണ്ടി ബുദ്ധിമുട്ടിക്കൂല, ഞാൻ കേസ് കൊടുക്കൂല. എനിക്ക് ഇത് ശരിയാണില്ല, ഞാൻ എന്നെ കൊണ്ട് വല്ലതും ഉണ്ടായ അല്ല ഒന്നുമില്ല, എനിക്ക് ഒരു ഫ്രീ ആണ്. കുട്ടികളെ നോക്കണ്ട. കുട്ടികൾ ഞാൻ ഏൽപ്പിക്കും. ആയക്ക് മാസത്തിൽ 1000 10,000 ഒക്കെ എനിക്ക് വിഷമില്ലല്ലോ. എനിക്ക് 1.5 ലക്ഷം 2 ലക്ഷം 1.5 ലക്ഷം ഒക്കെ ഇപ്പം കമ്പ്യൂട്ടർ അടിച്ചിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ പിന്നെ എന്താ വക്കീലിൻ്റെ അടുത്ത് വന്ന് എഴുതി തരാം, ഒന്നുമില്ല. നല്ല ഉഷാറുള്ള വക്കീലിനെ കൂടെ എഴുതി ഞാൻ വക്കീലിനെ ഒപ്പിട്ട് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, നിങ്ങൾ വേറെ കല്യാണം കഴിച്ച് പോയിക്കോളി. 2 കുട്ടികളുണ്ടായിട്ടപ്പോൾ ഇത് പറയുന്നത്. കുട്ടികളെ നിങ്ങൾ വിചാരാൻ വേണ്ട, നിങ്ങൾ എന്തെങ്കിലും സന്തോഷത്തിന് നമുക്ക് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കാണാൻ പ്രശ്നമൊന്നുമില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വരും, ഞാൻ ഏത് വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ കടഞ്ഞു വെച്ചോളൂ, ഞാൻ ചെയ്താൽ ഒന്നും പ്രശ്നമില്ല. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് നിലനിർത്താം. നമ്മളിപ്പോൾ 10-12 കൊല്ലം ജീവിച്ചല്ലോ, ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താം. എന്തുകൊണ്ട ഭാര്യ ഭർത്താവ് ഇതൊക്കെ ഫ്രീ ആണ്. ഞാൻ ആരെയും കണ്ടിച്ചിട്ടില്ല. ചിലപ്പോൾ കണ്ടിച്ചിട്ടുണ്ടാവും, ചിലത് കണ്ടു വെക്കണില്ല, ഓർക്ക് എന്തില്ല, ഫ്രീ ആണ്. ഞങ്ങൾ ഫ്രീ ആണ്, മനസ്സിലായില്ലേ? എന്റെ വീട്ടിൽ നീ എനിക്ക് വിശാലത നൽകണമേ. ഇത് ദ്വാ ചെയ്യുന്ന ഒരാൾക്ക് ദായമായി ദ്വാ ചെയ്യാണ്, വീട്ടിൽ വിശാലത നൽകണമേ. എൻ്റെ അർത്ഥം എന്താ? എനിക്ക് ഓളെ പറ്റുക, ഓക്കെ ഇന്നെ പറ്റുക. കുട്ടിയൊക്കെ വാപ്പാന്ന് ഭയങ്കര സന്തോഷമാണ്, വാപ്പ പരിയിൽ ഭയങ്കര സന്തോഷമാണ്, വാപ്പാക്ക് പരിലെത്തിയ സന്തോഷമാണ്. ഇത് ഓള് വയ്ക്കും ഓനൊരു വയ്ക്കും പോയി കുട്ടികളെ ഏതെങ്കിലും പിന്നെ ആ കുട്ടികളെ ഏറ്റെടുത്ത് ഭംഗിയായി നല്ല ചോറും കറിയും ബിരിയാണിയൊക്കെ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, കുട്ടികളെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. മാസത്തിൽ പേ ചെയ്യണം. എത്ര സ്ഥാപനങ്ങളാണ്? ഭാര്യയും ഭർത്താവൻ 2 പിരിഞ്ഞു, കുട്ടികളെ സ്ഥലത്ത് ഏൽപ്പിച്ചു. അങ്ങനത്തെ സ്ഥാപനങ്ങൾ ഇനി ഇഷ്ടം പോലെ വരും. നിങ്ങൾ വലിയ കച്ചവടക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഹോട്ടലൊന്നും ഉണ്ടാക്കണ്ട, ഉണ്ടാക്കില്ല. ഉറപ്പായിട്ട് അങ്ങോട്ട് ഹോട്ടൽ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഹോട്ടൽ 3-4 ദിവസം പോട്ടു. ഏതെങ്കിലും അന്തല്ലാത്ത നാട്ടിൽ നിങ്ങൾ ഹോട്ടൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഉണ്ടാക്കിക്കൊള്ളിയും. മറ്റേ കോഴിക്കോട് മലപ്പുറത്തൊന്നും ഹോട്ടൽ ഉണ്ടാക്കിയ കാര്യമില്ല. 1-ാം ദിവസം നാട്ടിൽ ചോറില്ലാത്ത മാതിരി നിങ്ങൾ ഹോട്ടലിലേക്ക് പാഞ്ഞു വരും. 4 ദിവസം വരും. 5-ാം ദിവസം അപ്പുറത്ത് വേറെ ഹോട്ടൽ തുടങ്ങും, ഓല അങ്ങോട്ട് പോകും. കോഴിക്കോട് ഏറ്റവും വലിയ ഹോട്ടൽ മുതലാളി എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ നാട്ടിൽ നമ്മളെ കോഴിക്കോട് ജില്ലയിൽ മാസത്തിൽ 30 ഹോട്ടൽ തുറക്കും, 60 ഹോട്ടൽ പൂട്ടും. ഹോട്ടലൊക്കെ കൗതുക, ഹോട്ടലിൽ ഹോട്ടലൊക്കെ കൗതുകമാണ്. നിങ്ങൾ പുതിയൊരു സാധനം കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ അത് പരിചയിക്കുന്നത് വരെ അവിടെ വരും. മന്തി എന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പം അങ്ങനെ, ഇപ്പം മന്തിക്കൊല്ല, ഇപ്പം കുഴിമന്തിക്കപ്പം വേണം. ഇനി കുഴിമന്തിക്കന്നെ ഇപ്പം വില കുറഞ്ഞു. നിങ്ങൾ ഹോട്ടലിൽ തുറക്കുകയാണെങ്കിൽ ഖബർ മന്തി നോക്കുക, ഖബർ മന്തി ഖബറിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് അവിടെ ഉണ്ടാക്കിയ മന്തിയാണെങ്കിൽ കുറച്ചെടുക്കും. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഖബർ മന്തിൻ്റെ കാലം കഴിഞ്ഞാൽ പാതാള മന്തി അപ്പം ഉണ്ടോ?
അതൊക്കെ ഒരാഴ്ചയാണ്, 2 ആഴ്ച. ആ ആഴ്ച വരുന്ന കണ്ടാൽ നിങ്ങൾ ഭയങ്കര ചോറിതാ, ഇന്നലെ ഫുള്ളാളാ കുഞ്ഞുമേമതേ ലക്ഷം കൂടി അരിട്ടോ നിങ്ങൾ പറയും. അത് 2 ദിവസം നടക്കും, പിന്നെ പകുതി അരിക്കാൻ വരില്ല. ജനങ്ങൾക്ക് കൗതുകം, ഒക്കെ കൗതുകം അല്ലാത്തൊന്നും ജനങ്ങൾക്കില്ല. എല്ലാ കൗതുകം, ഒക്കെ കൗതുകം. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതാണ് പുതിയ കാലം. അതേ സമയത്ത് നിങ്ങൾ കുട്ടികളെ നോക്കാൻ ഒരു സ്ഥാപനം ഉണ്ടായിക്കോളി. കുട്ടികളെ നോക്കി കൊടുക്കുന്നതാണ് എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. എന്തുകൊണ്ട്? 4% ആണും പെണ്ണും തെറ്റും, അടുത്ത് തെറ്റും. ഇപ്പം തന്നെ തെറ്റി തുടങ്ങി. നിങ്ങൾ ഭാവിയെ കണ്ടിട്ട് വല്ല പരിപാടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വേഗം കുട്ടികളെ പോറ്റി കൊടുക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിക്കോളി. വൻ വിജയമുണ്ട്, ഉറപ്പ്. കുട്ടികളെ നോക്കി കൊടുക്കുന്നതാണ്. പെണ്ണും ഭാര്യയും തമ്മിൽ തെറ്റും. യൂറോപ്പിൽ എന്നോ തുടങ്ങി, ഭാര്യ ഭർത്താവൊന്നും നോക്കൂല. ഒരു വയ്ക്ക് 4 മാസം കൊണ്ടൊരു കുട്ടി ഉണ്ടാവും. നമ്മൾ എവിടെ നോക്കും? 2 ശമ്പളം ഉണ്ടാവും, അപ്പോൾ പേ ചെയ്യും. കുട്ടികൾ വലിയ കുട്ടികളും പോകും. അങ്ങനെയാണ് മൃഗങ്ങളിപ്പം ഇവിടെ തന്നെ ബാപ്പാൻ്റെ ഉമ്മാൻ്റെ വന്ന് നോക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ പിന്നെ കുറേയൊക്കെ ഏതാ തള്ളാന്ന് കുട്ടിക്കറിയില്ല. പിന്നെ ഏതോ നാട്ടിൽ തിരിഞ്ഞ് പാരീസിലൊരു ക്ലബിൽ വരുമ്പോൾ വയസ്സൊക്കെ കുറച്ച് ഏറുണ്ടെങ്കിലും ചൊറുക്കുള്ള സുന്ദരിയായ പെണ്ണെ കാണും. അപ്പോൾ ഐ ലവ് യു എന്ന് പറയും. അപ്പോൾ ഓളും കൊണ്ട് പറയുന്നു, ചെറിയ ചെക്കനല്ലേ ഐ ലവ് യു എന്ന് പറയുന്നത്, ഞാനും ഐ ലവ് യു എന്ന് പറയും. ഓൻ സ്വന്തം തള്ളയിരിക്കും. തള്ളാരെന്നറിയില്ല, തന്തയെന്നറിയില്ല. നമുക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ അത്ഭുതമാണ്. ഇതൊക്കെ ഇന്ന് യൂറോപ്പിൻ്റെ, ഇതൊക്കെ മലപ്പുറം ജില്ലയിൽ ഒരു 10-15 കൊല്ലത്തിനുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ പേര് മതികൂടി. ഇതെല്ലാം വരും. നല്ലത് ഇനി മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ലയൊക്കെ കച്ചവടം കുട്ടി പിടിക്കാൻ നല്ലത് കുട്ടികളെ നോക്കി കൊടുക്കുന്നതാണ് എന്ന സ്ഥാപനം തുടങ്ങുന്നത്. പിന്നെ അല്ലാത്ത കുട്ടികളുണ്ടാവും തന്താരെന്നറിയത്ത്, ഇതെന്നെ നോക്കി പഠിപ്പിക്കുന്നത്. ഖിയാമത്ത് നാളായാൽ ഹബസ് അധികരിക്കുമെന്ന് ഹബീബ റസൂലുള്ളാഹ്. എന്താ ഹബസ്? ഔലാദുസിന. ഫ്രീ ആയ പെണ്ണാണ്, ഭർത്താവില്ല, ഭർത്താവിനോൾക്ക് ഇഷ്ടമില്ല. എന്ത് ചെയ്തു? ഒരു കുട്ടി വേണം. അപ്പോൾ ഒരു ബോയ് ഫ്രണ്ടുമായി ഒരു ബന്ധപ്പെട്ടു, ഒരു കുട്ടി ഉണ്ടായി. അത് ലാവർ സിസ്റ്റം നീള കാലത്തുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എല്ലാം അങ്ങനെ ഉണ്ടാവും, എല്ലാം എത്ര കല്യാണം കഴിക്കാതെ കുട്ടികളുടെ പ്രധാനമന്ത്രിമാർ ലോകത്തുണ്ട്. എന്താ പറഞ്ഞോയോ? കല്യാണം കഴിക്കില്ല, കല്യാണം കഴിച്ചിട്ടില്ല. എന്തുണ്ടായി? സ്ത്രീയായ പ്രധാനമന്ത്രി കല്യാണം കഴിച്ചിട്ടില്ല. ആരുണ്ട്? കുട്ടിയുണ്ട്. ആ നാട്ടുകാർക്ക് അത് പ്രശ്നമല്ല. എന്തുകൊണ്ട്? അതൊരു ആദത്താണ്. അതിലിപ്പോൾ എന്താ പ്രശ്നം? കല്യാണം വേണമെങ്കിൽ കഴിക്കാതിരിക്കാം. ചിന്തിക്കുക. അപ്പൊ നോക്കൂ, നിങ്ങളെ അങ്ങനത്തെ ആളുകളൊക്കെ വരാനുള്ള കാരണം എന്താ? അതൊക്കെ ഇനി നമ്മളെ നാട്ടിലുണ്ടാവും. എന്റെ വീട്ടിൽ നീ വിശാലത നൽകണമേ. അപ്പൊ ദുആ എങ്ങനെയാ? ഞാൻ ലൈലത്തുൽ ഖദ്റും കഴിഞ്ഞിട്ട് പിന്നുള്ള ദുആ എങ്ങനെയാ? اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي إنا أنزلناه في ليلة القدر. 3 വട്ടം ചൊല്ലുക. അതിനുശേഷം അവൻ എന്ത് പറയുക? اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي. അല്ലാഹുവേ, എൻ്റെ ദോഷം പുറത്തേരണം, എൻ്റെ വീട്ടിൽ വിശാലത വേണം. എന്നാ വീട്ടിലെ വിശാലത? ദുനിയാവിലെ വീട്ടിലെ വിശാലത നമ്മൾ യോഗ്യനാണെന്ന് അവൾക്ക് തോന്നുക, അവൾ എനിക്ക് എമ്പാട് മതിയെന്ന് നമുക്ക് തോന്നുക. പിന്നെ ഖബറിന്റെ വിശാലത, പിന്നെ വിശാലമായ സ്വർഗം, അർശിന്റെ തണല്. അല്ലാഹു അതൊക്കെ തരട്ടെ. മനസ്സിലായില്ലേ? എന്റെ റിസ്ഖിൽ നീ ബർക്കത്ത് ചെയ്യണമേ. റിസ്ക് പല നിലക്ക്. ഒന്ന്, കിട്ടണ പൈസ എനിക്ക് മതിയാകുന്നുണ്ട്. ഒന്ന്, ഞാൻ കഴിച്ച റിസ്ക് എനിക്ക് മതി, അതുകൊണ്ട് എനിക്ക് ഷുഗർ ഉണ്ടാവില്ല.
അതുകൊണ്ട് എനിക്ക് പ്രഷർ ഉണ്ടാവില്ല. പഴയ കാലത്ത് ഭക്ഷണം കഴിച്ചാൽ ദ്വാർക്കും, ഇന്നതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ്. ദ്വാർക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ കുറച്ച് അതും ഉണ്ടാവില്ല. ഈ സുന്നിയാൾ തന്നെ ഉണ്ടാവില്ല. സുന്നിയാൾ തന്നെ ഇപ്പോൾ കഴിഞ്ഞു. സുന്നിയാളൊക്കെ ഇപ്പോൾ 4-5 കൊല്ലം കൊണ്ട് തീരും. സുന്നിയാളെ സാധനം, സുന്നി സ്ഥാപനം ഉണ്ടാവും, സുന്നി സംഘടന ഉണ്ടാവും, സുന്നിയാൾ ഉണ്ടാവില്ല. നിങ്ങൾ ഉറപ്പിച്ചോളി. 4-5 കൊല്ലം കഴിഞ്ഞാൽ സുന്നി സംഘടനകൾ ഉണ്ടാവും, സുന്നി സമ്മേളനങ്ങൾ ഉണ്ടാവും, സുന്നി പണ്ഡിതന്മാരുണ്ടാവും, സുന്നി പ്രതിഷേധ യോഗങ്ങൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. സുന്നികളുണ്ടാവും 4-5 കൊല്ലത്തിനുള്ളിൽ. ഇപ്പൊ തന്നെയല്ല 4-5 കൊല്ലം കഴിഞ്ഞാൽ സുന്നി സംഘടനകൾ ഉണ്ടാവും, സുന്നി മഹാസമ്മേളനങ്ങളുണ്ടാവും, വലിയ മഹാസമ്മേളനം, സുന്നി നേതാക്കളുണ്ടാവും, സുന്നികളുണ്ടാവും. സുന്നി ഉണ്ടെങ്കിൽ അതബ് വേണ്ടേ? സുന്നിയുടെ അതബാണ് എന്ത്? ഉജീനിച്ചാൽ ദ്വാർക്കണം. നിസ്കരിച്ചാൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് ദിക്റിൽ ദ്വാർക്കണം. ഇതൊക്കെ സുന്നിയാളെ അതബാണ്. സുന്നിയെന്ന് പറഞ്ഞാൽ ഒരു അതബുള്ള കൂട്ടർ, ഭയങ്കര അതബാണെല്ലാം. ഒന്നും ഉണ്ടാവില്ല. സുന്നി കോംപ്ലക്സ് ഉണ്ടാവും, സുന്നി കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് ഉണ്ടാവും ഭയങ്കര. അതാണ്ട് ഒന്നും പുറത്തു പറയണ്ട. മറ്റു പല നാടുകളിലും സുന്നികളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മളും ആ നാട്ടിൽ പോയി വേറെ പറയും, അപ്പോൾ അവിടുത്തെ സുന്നിയും പോകും. ബോംബെ, ഡൽഹി, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, അവിടെയൊക്കെ സുന്നികളുണ്ടായിരുന്നു. നമ്മൾ അവിടെ പോകും, നമ്മളെ വേല അവിടെ പറയും, അതോടെ അവിടുത്തെ സുന്നികളും തീരും. നമ്മളാണ് അവിടെ പോണത്. ചിലർ പറയണത് നമ്മൾ അവിടെ പോയി ചൈനയിൽ പോയി വരെ വേലരുടെ മൗല്യമാണ്. മുപ്പര് ഭയങ്കര മൂല്യരാണ്. ആയിക്കോട്ടെ, നല്ല തന്നെ. മുപ്പര് ഇപ്പോൾ പറയുന്ന വേല തന്നെയാണല്ലോ അവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന വേല ആർക്കായി പറ്റൂല. ഉള്ള സുന്നത്തെ മാറ്റം പൊളിഞ്ഞു വേണം വേല ഇവിടെ പറയുന്നുള്ളൂ. അത് തന്നെയല്ലേ ഇപ്പോൾ ഇംഗ്ലീഷിലാക്കി ഹിന്ദിയിലാക്കി അവിടെ പറയുന്നത്. ഓനെ കുറ്റം പറയാൻ പറ്റില്ല. ചൈനയിൽ വരെ സ്ഥാപനം നടത്തുന്നവരാണ്. ഏത് സ്ഥാപനം നടത്തുന്നത്? എന്താണ് ഇവിടുത്തെ സ്ഥാപനം തന്നെ സുന്നത്തെ മാറ്റാൻ പൊളിച്ച സ്ഥാപനമാണ്. അപ്പോൾ ചൈനയിൽ പോയാൽ അതിൻ്റെ മുസീബത്തും കൂടി ചൈനക്കാർ അനുഭവിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഒന്നും പുറത്ത് പറയണ്ട, തന്നെയാണ് കാര്യം. ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഓരോരുത്തർക്ക് കൂടി നിൽക്കാനുണ്ടല്ലോ, അതന്നെ. കേരള കോൺഗ്രസ്, മറ്റേ കോൺഗ്രസ് ലീഗ് എല്ലാം കൂടി കൂടുമ്പോഴുള്ളൊരു ചൊറുക്കുണ്ടല്ലോ, അതേമാതിരി ചൊറുക്കിന് വേണ്ടി എല്ലാവരും കൂടും. അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതന്നെ ഒരു മുഅ്മിനായ മനുഷ്യന് വബാരിക്ലി ഈ 3 കാര്യങ്ങൾ ദുആ ചെയ്യുക. اللهم اغفر لي ذنبي ووسع لي في رزقي ووسع لي في داري وبارك لي في رزقي. എൻ്റെ ദോഷങ്ങൾ നീ പുറത്തരണമേ റബ്ബേ. പിന്നെ വവസ്യ ലി ഫീ ദാരി, എൻ്റെ വീട്ടിൽ നീ വിശാലത ചെയ്യണമേ റബ്ബേ. വബാരിക് ലി ഫീ റിസ്ഖി, എൻ്റെ റിസ്ഖിൽ നീ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. അപ്പോൾ വുളൂഇന്റെ പൂർത്തിയാക്കി കഴിഞ്ഞു. തന്നെ ഒന്ന് തിരക്കെന്ന് പറയും, അതബോട് കൂടി വുളൂ എടുക്കുക. ഞാൻ അത് വുളൂവിൻ്റെ ക്ലാസ് നമുക്ക് വേറെ നടത്താം. ഞാൻ ഇടയ്ക്ക് പറയേണ്ട ചില വിഷയങ്ങൾ തീരല്ലാതായതുകൊണ്ടാണ് പറഞ്ഞത്. മൂക്കിൽ വെള്ളം ചീറ്റൽ ഞാൻ പറഞ്ഞതുകൊണ്ട് മുൻകൈ കൈകൾ പ്രത്യേകം പറയാൻ കാരണം എന്താ, അതിപ്പോൾ നാട്ടിൽ ഇല്ല, പറ്റപ്പോയി. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇത് വുളൂവിൻ്റെ ക്ലാസ് അല്ല, പക്ഷെ ഞാൻ പറഞ്ഞു പോയതാണ്. മനസ്സിലായില്ലേ? ആദ്യം മുൻകൈ കഴുകുക, പിന്നെ വായിൽ വെള്ളം കുപ്പിളിക്കുക, മൂറ്റിൽ വെള്ളം കയറ്റി ചീറ്റ പുറത്താക്കുക, കമ്പിളി 3 വട്ടം ചെയ്യുക. പിന്നെ പൂർണ്ണമായി ഈ പലകയെ ഇറക്കി ചെല്ലുക. പിന്നെ തോളിലേക്ക് കെറ്റിയിട്ട് കൈ കഴുകുക, തല തടയുക, ചെവി തടയുക. സലാസൻ എത്ര വട്ടം? 3 വട്ടം ചെവി തടയുക, 3 വട്ടം ചെവി തടയുക. പിന്നെ കാല് തണ്ടങ്കാലിലേക്ക് കയറ്റി കഴുകുക. പിന്നെ എന്ത് ചെയ്യുക? പിന്നെ കിബിലയിലേക്ക് ഇതൊക്കെ കിബിലയിലേക്കൊക്കെ മുന്നിട്ട്. പിന്നെ കിബിലയിലേക്ക് മുന്നിട്ട് കയ്യും കണ്ണും പൊക്കണം. റാഫിഅൻ യദൈഹി വബസറഹു, കയ്യും കണ്ണും പൊക്കുക മുകളിലേക്ക്. എന്നിട്ട്
أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك اللهم صل على سيدنا محمد وعلى آل سيدنا محمد. കയ്യും കണ്ണും പൊക്കിയിട്ട് ചെയ്യുക. പിന്നെ കയ്യും കണ്ണും താഴ്ത്തുക. എന്നിട്ട് 3 വട്ടം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്ന സൂറത്ത് ഓതുക 3 വട്ടം. അതൊരു മുതല. അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമുക്ക് തരട്ടെ. അങ്ങനെ ഇന്നിപ്പോൾ നമ്മളെല്ലാം പള്ളിയിൽ കൂടും. എന്തിനു വേണ്ടിയാണ്? വേദത്തോർക്കത് പ്രതീക്ഷിക്കുക. അല്ലെ അങ്ങനെ തന്നെയല്ല. അള്ളാഹു ഇന്നലെയാണെങ്കിൽ ഞാനൊക്കെ അള്ളാഹു നമുക്ക് തരട്ടെ. മനസ്സറിഞ്ഞാൽ പറയും അള്ളാഹു നമുക്ക് തരട്ടെ, അള്ളാഹു തരട്ടെ, അള്ളാഹു തരട്ടെ. മനസ്സിലായില്ല? അപ്പം അതന്നെ നമുക്കത് അള്ളാഹുവിൻ്റെ ഒരു പൊരുത്തം കിട്ടും. അപ്പോൾ ആ സൂറത്താണത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. അള്ളാഹുവിൻ്റെ കലാമിനെ പറ്റി പറയുന്ന സൂറത്ത്. അത് 3 വട്ടം ഓതുക. പിന്നെ അതിനുശേഷം എന്തില്ല, ഒരു ദുആയും കൂടി. اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي. കഴിഞ്ഞു. ഇനി പള്ളിയിൽ പോയിട്ട് 2 റക്അത്ത് വുദൂന്റെ 2 റക്അത്ത് നിസ്കരിച്ചതാ. അതും പള്ളിയിലാണെങ്കിൽ തഹിയ്യത്തുദ്ദും. പള്ളിയിലെ നിസ്കാരമാണ്. ഒരു നിസ്കാരം ഇല്ലാതെ പള്ളിയിൽ ഇരിക്കാൻ പാടില്ല. ഏത് നിസ്കാരം? തഹിയ്യത്ത്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഈ വുദൂന്റെ സുന്നത്ത് കൂട്ടിക്കള എന്തിലേക്ക്? തഹിയ്യത്ത്. പള്ളിയാണെങ്കിൽ പൊരിലാണെങ്കിൽ വുദൂന്റെ സുന്നത്ത് മാത്രം, തഹിയ്യത്തില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. വുദൂ ചെയ്ത് കഴിഞ്ഞ് ഈ ദുആയും കഴിഞ്ഞിട്ട് പിന്നെ വുദൂന്റെ 2 റക്അത്ത് നിസ്കരിച്ചാണ്. ആ ദുആ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അള്ളാഹു മലക്കളോട് പറയും അത് സീൽ വെച്ചാളിയും. സീൽ വെച്ചാൽ പിന്നെ മേലെ കൊണ്ടിടും. പിന്നെ അത് ഏതുവരെ പൊളിക്കൂല? ഖിയാമത്ത് നാൾ വരെ പൊളിക്കൂല. അള്ളാഹിന്റെ കോടതിയിൽ എത്തുന്നവരെ. അതിനൊരു കാര്യം മനസ്സിലാക്കുക, നിരീശ്വരവാദിയാവൂല. മനസ്സിലായില്ല? ഇവൻ പിന്നീട് അള്ളാഹിനെ നിഷേധിക്കുന്നവനായാൽ അവന് ഈ അമലൊന്നും കിട്ടൂലല്ലോ. അവന് അമൽ പൊളിഞ്ഞൂലേ? അമൽ പൊളിഞ്ഞു പോകുന്ന പണിയൊന്നും പിന്നെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പറഞ്ഞ മനസ്സിലായ മോനെ? അത് തന്നെ. എന്താണ് പറഞ്ഞതർത്ഥം? അതന്നെ അതിൻ്റെ അർത്ഥം. ഇന്നിപ്പം നമുക്ക് നമ്മളെ തടീന വിശ്വാസമില്ല. എന്തുകൊണ്ട്? അതബില്ല, അള്ളാഹിന്റെ കാവലുമില്ല. ആരും എപ്പോഴും നിരീശ്വരവാദിയായ വയലന്മാർ എത്രയുണ്ട് നമ്മുടെ നാട്ടിൽ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നിരീശ്വരവാദിയാ കാത്തുക്കണം എത്രയുണ്ട്? എന്ത്? ഖൽബിൽ ഈമാന്റെ പശ പോയി, പറ്റി പറഞ്ഞു പോയി. പണ്ടിട്ട് പറഞ്ഞു പോയാ പശയുടെ പോയി. അതന്നെ ഓരോന്നിനും. ഇപ്പം ഒരു മേശയാണ്. ഈ മേശൻ്റെ ഓരോ എഡ്ജുകളിലും പശ ഉണ്ടാവും. പശ കൊണ്ടാണ് അത് പിടിപ്പിക്കുന്നത്. അത്രയും ശക്തമായ പശകളുണ്ടാവും. ആ പശ കഴിഞ്ഞാൽ അത് വിടർന്നു പോകും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. നമുക്ക് ഈമാന്റെ പശയാണത്. ഇതന്നെ. പിന്നെ ഇതിനെ ബാത്തിലാക്കുന്ന ഒന്നും അവനിൽ നിന്ന് വരികയില്ല. ഇവൻ അല്ലാഹു സ്വീകരിച്ച് ഇത് ദായിമാക്കിയാൽ 5 വക്തിന്റെ വുളു, ഈ 5 വക്തല്ല, ഏത് വക്ത്, എത്ര വക്തായാലും അള്ളാഹു താൻ ശരിയാക്കി തന്നാൽ മതി. പിന്നെ എവിടെ പോയാലെന്താ? ഇവൻ എവിടെ പോയാലെന്താ? എന്ന് അവൻ എവിടെ പോയാലും പേടിക്കേണ്ട. എവിടെ പോയാലും റബ്ബിന്റെ ഒരു പ്രത്യേകമായ കാവൽ അവൻ ഉണ്ടാവും. ഒരു പ്രത്യേക കാവൽ. അവൻ പരാജയപ്പെടൂല എന്ന്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ എന്ന്. اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي. ഇതോടുകൂടിയാണ് വുളു പൂർത്തിയാണ്. അപ്പോൾ വുളു ചെയ്യുക. പിന്നെ കയ്യും കണ്ണും ആകാശത്തെ കുറിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അതാണ് തുടങ്ങിയിട്ട് പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വരെ. പിന്നെ 3 വട്ടം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. പിന്നെ ഒരു ചെറിയ ദുആ. എത്രയേ ഉള്ളൂ? اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي.
ഇനി പേടിക്കണ്ട, എവിടുന്നാ കിട്ടുക ഒക്കെ കിട്ടും, പേടിക്കണ്ട. രണ്ടണ്ട പാഠം വരുമാനമല്ല. എൻ്റെ വലിപ്പൻ്റെ പാഠം. എനിക്ക് ഏറ്റവും വലിയ പാഠം എൻ്റെ വലിപ്പാണ്. എൻ്റെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ പിന്നെ കുറേ ഭൂസത്തൊക്കെ ഉള്ള ആളായിരുന്നു. ഉമ്മാൻ്റെ വാപ്പ അത്ര വലിയ ഭൂസത്തൊന്നുള്ള ആളല്ല. രണ്ടാണ്ട് പാടുണ്ട്. പക്ഷേ 4-5 പെൺകുട്ടികളെ കെട്ടിച്ചു. ഹജ്ജിന് സ്വന്തം പൈസ കൊടുത്ത് ഹജ്ജിന് പോയി, വല്യമ്മ പോയി, ഒക്കെ. എന്താ ഉള്ളത്? ഒരു 10-25 തെങ്ങുണ്ട് പറയും. പിന്നെ 2 പാടുണ്ട്. അങ്ങനെ അതൊക്കെ തന്നെ ചെറുത്ത്. പിന്നെ 2-3-4 പേരിൽ വല്യപ്പ പോയിട്ട് ഓരോ ജുസ് ഖുർആനോതും. ഓരെന്തെങ്കിലും വലിപ്പൊക്കെ കൊല്ലത്തിലും കന്നിയിലും മകരത്തിലും നെല്ല് കൊടുക്കും. നല്ല നിലക്ക് ജീവിച്ച് നല്ല നിലക്ക് കഴിച്ച് അവർക്കൊക്കെ ഓഫർത്ത് കൊടുക്കട്ടെ. അവർക്കൊന്നും നമ്മൾ ദ്വാൻ്റെ ആവശ്യം ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ദ്വാർക്കണത് അവരെ കൊണ്ട് നമുക്ക് നാളെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു അനാവശ്യം വർത്താനല്ല, ഒന്നുമില്ല, ഒരു വർത്താനല്ല. എന്നാൽ എന്തിനെങ്കിലും 10 രൂപ എല്ലാം ഉണ്ടോ? അതുമില്ല. എല്ലാത്തിനും അള്ളാൻ വിശാലത കൊടുത്തു. ആ കാലത്ത് ആ നായലൊരു ഭേദപ്പെട്ട വീടായിരുന്നു എൻ്റെ വലിയപ്പൻ്റെ വീട്. ഒരു മൊലിയത്തി എന്നും ഉണ്ടായിരുന്നു പരിയിൽ. ഒരു ചോറും കറിയും അതിന് അതെന്നും ഉണ്ട്. മൊലിയത്തിക്ക് എന്നൊരു മൊലിയത്തി ചോറ് ചെലവിനുണ്ടാവും. എന്നാൽ വല്ല വരുമാനം ഉണ്ടോ? ഇല്ല. അങ്ങാടി കച്ചവടം ഉണ്ടോ? ഇല്ല. അതൊന്നുമില്ല. നെല്ല് വാങ്ങും, വല്യപ്പ വരും, നെല്ല് വാങ്ങും, എന്നിട്ട് പുഴുങ്ങും, എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് വല്യപ്പയും വല്യമ്മയും കൂടി കുത്തും. എന്നിട്ട് അരി വേണ്ട ഒരു അരി വെക്കും, അരി കൊടുക്കും. അതിന് ചെറിയ ലാഭം കിട്ടും. മനസ്സിലായി ഞങ്ങൾക്ക്? ഒരു വരുമാനപ്പം ഞാൻ പറഞ്ഞത്. എൻ്റെ ഉമ്മാൻ്റെ വാപ്പ അപ്പരാപ്പല്ല, ഉമ്മാൻ്റെ വാപ്പ. ഉമ്മാൻ്റെ വാപ്പ വലിയ പാടുണ്ട്. എൻ്റെ ഉമ്മാൻ്റെ വാപ്പയാണ് എനിക്ക് അലിഫ് എല്ലിച്ചിലി തന്നത്, ഭക്ഷണം തന്നത്, ചോറ് തന്നത് ഒക്കെ എൻ്റെ ഉമ്മാൻ്റെ വാപ്പയാണ്. എല്ലാം ഉമ്മാൻ്റെ വാപ്പയാണ്. എൻ്റെ എല്ലാം എൻ്റെ ഉമ്മാൻ്റെ വാപ്പയാണ്. പറഞ്ഞ എന്തേ ഇല്ലാത്തൊരു നന്മല്ല, ഇല്ലാത്തൊരു നന്മല്ല. എല്ലാം ഉണ്ട്. നയറൊന്നുമില്ല, ഒക്കെ പാകത്തിന്. പള്ളിയിൽ പോയി ഐഷ നിസ്കരിച്ച് വന്ന് ഒരു കഞ്ഞി എന്തോ കുടിക്കും. ആ കഞ്ഞി കുടിച്ചാട്ട് കഞ്ഞി പുറത്ത് ഇങ്ങനെ കിണ്ടി വെക്കും. ആ കിണ്ടിന്ന് ഒന്ന് പിന്നെ കൊപ്പിളിച്ച് തുപ്പി. ആ കൊപ്പിളിച്ചതിന് തുപ്പി കഴിഞ്ഞു എന്ന് മനസ്സിലാവണത് നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹ എന്ന് പറയുന്നതാണ്. അത് കേൾക്കും നമ്മൾ. പിന്നെ യാസീനോതും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മുതിരിട്ട് നടക്കുന്നുണ്ടാവും. പിന്നെ ആ യാസീൻ തീരുമ്പോൾ കട്ടിലെത്തും. നമ്മളെ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അറബി അറിയില്ല. ആരറിയും? അള്ളാഹനറിയും. നമുക്ക് ഇംഗ്ലീഷ് അറിയും, അറബി അറിയും, ഖുർആൻ അറിയും, ഹദീസ് അറിയും, പാട്ടറിയും, ബെയ്ത്തറിയും, പ്രസംഗിക്കാനറിയും, എഴുതാനറിയും. ആരറിയില്ല? റബ്ബിനറിയില്ല. അവർക്ക് റബ്ബിനറിയില്ല. അങ്ങനെ എന്നൊരു ഒരു നെല്ല്, കുറച്ച് നെല്ല് പിഴുങ്ങിയിട്ട് അത് ഉണക്കാനിടും. എന്നിട്ട് 2 ആളും കൂടി അത് കുത്തും, വലിയ മൂത്തും. നെല്ല് വെക്കും, അരി വെക്കും. ആവശ്യക്കാർക്ക് നെല്ലുത്തി അരി വെക്കും. അതിന് ചെറിയൊരു വരുമാനം കിട്ടും. പിന്നെ ഈ പാടത്തു നിന്നൊക്കെ തന്നെ എന്നും ഉണ്ടാവും. വല്യപ്പാൻ്റെ അടുത്ത് എന്നും ഉണ്ടാവും. എല്ലാ കൊല്ലം ഉള്ളിയത്തർക്കും. എന്താ വരുമാനം? എന്നിട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കി അച്ഛനുമായി മക്കത്തെത്തിയപ്പോൾ വല്യപ്പാൻ്റെ കയ്യിൽ നിന്ന് ബാക്കിയുള്ള പൈസ നഷ്ടപ്പെട്ടു. ഹജ്ജ് കഴിഞ്ഞിട്ടാണ് മദീനത്ത് പോയത്. പിന്നെ മദീനത്തേക്ക് തിരിച്ചും നടന്നു. കാരണം ജദ്ദയിൽ വരണം. പിന്നെ വാഹനം പൈസ നേരത്തെ അടക്കണതാ. എന്തിന്? കപ്പലിന് പൈസ നേരത്തെ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് കുഴപ്പമില്ല, പൈസ പോയി. ഹജ്ജ് കഴിഞ്ഞപ്പോൾ വല്യപ്പാന്റെ പൈസ പോയി. അപ്പോൾ മദീനത്തേക്ക് നടന്നു. മദീനത്തും കിട്ടും. വല്യപ്പാൻ കഥ പറഞ്ഞിട്ടുണ്ട്. 12-ഓ 14-ഓ എനിക്ക് ഓർമ്മയില്ല ദിവസം കൊണ്ട് അങ്ങോട്ട് എത്തി. ഇന്നിപ്പോൾ നമ്മൾ 4 മണിക്കൂർ കൊണ്ട് ബസ്സിൽ ചീറിപ്പോവും. അതിൻ്റെ വല്യപ്പ നടന്ന നിങ്ങളെ വല്യപ്പ നടന്നിട്ടുണ്ടോ? മദീനത്തേക്ക് നോക്കുകയാണെങ്കിലോ അടുത്തവരോ മദീനത്തേക്ക് മദീനത്തേക്ക് നടന്നു. മക്കയെന്ന് മദീനയിലേക്ക് എൻ്റെ വല്യപ്പൻ നടന്നു. പൈസ നഷ്ടപ്പെട്ടു. ആരോടും ചോദിച്ചോ? അതുമില്ല.
ഒന്നും ഓൽക്ക് വിഷയമല്ല. ആ നടത്തത്തിന് വില ഉണ്ടാവും. മുസ്തഫ നബി ഇജർബായ നാട്ടിലേക്കല്ലേ പോണത്, ആ കോലത്തിലല്ലേ പോണത്. എന്താ പക്ഷം കരുതി കൂട്ടി പൈസ നഷ്ടപ്പെടുത്തിയതായിരിക്കും. എന്തിന്? നടക്കണം. നടന്നുപോയി. ഇപ്പം എത്രയോ വട്ടം പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. നടന്ന മദീനത്തോയത് ആ വരവിനൊക്കെ എന്തൊരു വില ഉണ്ടാവും. അല്ലാഹുവിൻ്റെ റസൂൽ റൗള തുറന്ന സ്വീകരിക്കൂലേ? കാരണം മരുഭൂമിയിലൂടെ വെയിലത്ത് നടക്കുക 14 ദിവസം, അങ്ങോട്ടും ഇനി തിരിച്ച് നടക്കണം. അങ്ങനെയൊക്കെയാണ്. കുറെ കാലം കാണാനല്ലേ, അങ്ങനെയൊക്കെ പിന്നൊക്കെ എങ്ങനെയോ വന്നു. എന്തായത് കാണാനറിയോ? കാരണം ഹജ്ജിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പം അയൽവാസികൾ പറയാൻ തുടങ്ങി, ഒന്ന് അന്വേഷിച്ചാൽ ഇദ്ദേഹത്തിരിക്കണോ ഇറങ്ങണമെന്ന്. കാരണം ഇനിയിപ്പം ചിലപ്പം മരിച്ചു പോയിട്ടുണ്ടാവും. മൊബൈലില്ല, ഒന്നുമില്ല. അപ്പം എന്താണ് പത്തുണ്ടാകത്തെ ഒന്ന് അന്വേഷിച്ചാൽ ചിലപ്പോൾ ഇദ്ദേഹത്തിരിക്കേണ്ടി വരും. കാരണം വല്യപ്പനെ കാണാനല്ല. കാരണം വല്യപ്പ പിന്നെ കുറേ കാലം മദീനപ്പാർത്ത് നടന്ന്, മദീനപ്പാർത്ത് പിന്നെ തിരിച്ച് നടന്ന് പിന്നെയാണ് മടങ്ങിപ്പോയിരുന്നത്. അപ്പോഴത്തേന് ഹജ്ജിന് വന്ന് പോയവർ ഇതൊക്കെ ഏതോ നാട്ടിലല്ലേ ഒരാൾ പോവുക. ഞാരോട് അന്വേഷിക്കുക, അതുമില്ല. നിങ്ങൾ ആരെയും കണ്ടീനോ ചോദിക്കാറില്ല. മലപ്പുറം ജില്ലയിൽ തന്നെ 4 ആൾ 10 ആളൊക്കെ എന്ന് ഹജ്ജിന് പോവുക. ഇന്നൊരു മൈലിൽ 125 ആൾ 150 ആളൊക്കെ ഒരു മൈലിൽ ഹജ്ജിന് പോകണം. മൈലുകളുണ്ട്. കപ്പലിന് അന്നാകെ മലപ്പുറം ജില്ലയിൽ 10 ആൾ ഹജ്ജിന് പോവുക ഒരു കൊല്ലത്തിൽ. അവനാ എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെയാണ്. ഇരിക്കണോ? അങ്ങനെ ഒരു ദിവസം മടങ്ങിപ്പോന്നു. അതിനെന്ത് ചെയ്യും? പഴയ കാലത്ത് ഹജ്ജിന് പോകുമ്പോൾ തലേന്നൊരു ചോറ് കൊടുക്കും. ഇനി അടിയന്തര ചോറ് എന്നാ പറയുക. അതായത് ചിലപ്പോൾ അടിയന്തരം ഇരിക്കും, ചിലപ്പോൾ മടങ്ങൂല. അതൊന്നും വിഷമമില്ല. ഒരു അള്ളാഹത്ത് പോകല്ലേ. എന്നുകൂടി പറഞ്ഞാൽ നിന്റെ പൂർത്തിയായി. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹുക്ക് പൊരുത്തപ്പെട്ട അടിമകളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു തആല നമുക്ക് എല്ലാവരെയും അല്ലാഹു തആല സാലിഹ്യങ്ങളിലും മുത്തഖീങ്ങളിലും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. അതൊക്കെ ഓരോരുത്തരും ചിന്തിക്കുക. എല്ലാവരും ചിന്തിക്കുക. ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് 7 മണി 7:15 ഞാൻ തുടങ്ങിയ ക്ലാസ് 7 മണിക്ക് പരസ്യം കൊടുക്കണം ഞാൻ ഇവനോട് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഇന്ന് 7 മണി 7:15 ഉള്ളിൽ തുടങ്ങിയിട്ടുണ്ട് ക്ലാസ്. ഇപ്പോൾ 10 മണിയാകാനായി. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് നോക്കണം എത്ര മണിക്കാണ് ക്ലാസ്. 10 മണിൻ്റെ ഉള്ളിൽ തീരുമെന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തത്. അതേസമയം നാളെ 10 മണിക്കാണ് ക്ലാസ്. എന്തുകൊണ്ട്? ഇന്ന് രാത്രി എല്ലാവർക്കും ക്ഷീണം ഉണ്ടാവും. നേതാ രാത്രി 25 ആ പള്ളിയിലും അല്ലാതും ദുആയും മറ്റൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നാളെ ക്ലാസ് ഉണ്ട്. എന്താ വിഷയം ഞാൻ പറഞ്ഞുതരാം. നാളെ രാവിലെ 10 മണിക്കാണ് ക്ലാസ്. അതൊരു 12 മണി തീരും. പിന്നെ തിങ്കൾ ചൊവ്വ 2 ദിവസം ഇവിടെ വിശാലമായി സ്ത്രീകൾക്കും എല്ലാവർക്കും വേണ്ടി ക്ലാസ് ഉണ്ട്. തൗബയും ഖത്തം ദുആയും ഒക്കെ ഉൾപ്പെടുന്ന 9 മണി മുതൽ 12 മണി മേലെ മജ്‌ലിസിൽ വെച്ച് അള്ളാഹ് പ്രഭാഷണം നടത്തുന്ന മജ്‌ലിസിൽ വെച്ച് ആർക്കൊക്കെ പങ്കെടുക്കുന്നുണ്ട് അവർക്കൊക്കെ പങ്കെടുക്കുക. ഖത്മോത്ത് കുട്ടികളൊക്കെ കൂട്ടിയിരുത്തിയ ഖത്മോത്ത് വലിയ കുട്ടികൾ. ഖത്തം ദുആയും തൗബയും 2 ദിവസം അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതന്നെ, അതാണ് ചൊവ്വാഴ്ച. ബുധനാഴ്ച പിന്നെ ഷെക്കാണ്. ചിലപ്പോൾ പെരുന്നാളാവും, ചിലപ്പോൾ നോമ്പായിരിക്കും. നോമ്പാണെങ്കിൽ ചെറിയ വിഷയം പറയും. പെരുന്നാളാണെങ്കിൽ പെരുന്നാൾ സന്ദേശ പ്രഭാഷണം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അത് എവിടുന്ന് എങ്കിലും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യം. അല്ലാഹു ഈ കൊല്ലത്തെ നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. അദബുകൾ നഷ്ടപ്പെട്ട പിന്നെ ദീനില്ല. നമ്മളെ പ്രശ്നം അദബ് നഷ്ടപ്പെട്ടു പോയതാണ്. അത് നഷ്ടപ്പെട്ടു, അത് നീ നഷ്ടപ്പെട്ടു. ഞാനീ പറഞ്ഞ ഭാഷകൾ മനസ്സിലായി എന്നറിയില്ല. അച്ഛനും അമ്മയും കുട്ടിനെ കൊണ്ടുപോയിട്ട് അവർ പിരിയണ ബന്ധാണ്, അല്ലെങ്കിൽ വ്യഭിചാരമാണ്. അതാണ് യൂറോപ്പ്. എന്നിട്ട് ഈ കുട്ടിയെ പിന്നെ കൊണ്ടുപോയിട്ട് എന്താക്കും? ഏതെങ്കിലും ഒരു സ്ഥലത്താക്കും. അത്തരം പൈസ കൊടുത്താൽ നോക്കുന്ന 1000കണക്കിന് സെൻറ്ററുകൾ യൂറോപ്പിലുണ്ട്. പിന്നെ ഈ കുട്ടി വലിയതായി കുട്ടി വലിയതായി കഴിഞ്ഞാൽ പിന്നെ കുട്ടി തന്നെ പിന്നെ അല്ലെങ്കിൽ അവർക്ക് വരുമാനം ഉണ്ടാവും, വരുമാനത്തിൽ നീക്കിക്കും. അല്ലെങ്കിൽ അമ്മ എവിടെ ഇരിക്കും, അച്ഛൻ എവിടെ ഇരിക്കും, അവർ പൈസ അയക്കും. കുട്ടി ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ കുട്ടി സ്വയം പോവും. ഒരു പ്രായം കഴിഞ്ഞാൽ
ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ കുട്ടീനെ മക്കളെ സംരക്ഷിക്കില്ല. ഒരു യൂറോപ്പിന് ആ സമ്പ്രദായമേ ഇല്ല. നമ്മളങ്ങനെയല്ലേ, നമ്മൾ പെണ്ണെട്ടിയാലും മക്കളെ സംരക്ഷിക്കും. പെണ്ണ് കെട്ടിയിട്ട് തല്ലും. പെണ്ണ് കെട്ടിയിട്ട് തല്ലിയത് എൻ്റെ കണ്ടിട്ടുണ്ട്, പെട്ടിട്ടുണ്ട്. പെണ്ണ് കെട്ടിയിട്ടടി, പെണ്ണ് കെട്ടിയിട്ട് അടിയിട്ടു അറിയില്ലേ? പറയും മനുഷ്യന്മാരെ ബാപ്പാനെ കഴിഞ്ഞ് നമ്മൾ പെണ്ണെട്ടിട്ടും തല്ലിട്ടു. പെണ്ണ് കെട്ടിയിട്ട് ബാപ്പാനെ കഴിഞ്ഞ് തല്ലിട്ടു. എന്തുകൊണ്ട്? ബാപ്പാന്റെ മരണം വരെ നമ്മൾ സംരക്ഷിക്കും. യൂറോപ്പ് അങ്ങനെയല്ല. യൂറോപ്പിൽ അങ്ങനത്തെ ഉത്തരവാദിത്തമൊന്നുമില്ല. ഒരു കുട്ടിയെ എന്നെ ചിലപ്പോൾ കയ്യിലുള്ള കുട്ടീനെ തന്നെ പരിചയിച്ച് അവർ ഒഴിവാക്കും. പിന്നെ ഈ കുട്ടി ഇനി വേറെ ഏത് സ്ഥലത്തിൽ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് ഈ ഉമ്മാനെ കാണാം, അതേതോ തള്ള പെണ്ണാണ്, വയസ്സൊക്കെ ഉണ്ടെങ്കിൽ ചുരുക്കുണ്ടാവും, ഐ ലവ് യു എന്ന് പറയും. അത് സർവ്വസാധാരിക്കും. എന്നിട്ട് ഇവർ 4 മാസം കൂടെ താമസിക്കും, പിന്നെയും പിരിയും. ഈ 4 മാസം പണ്ട് ഭാര്യ, ഗേൾഫ്രണ്ട് ഭാര്യ ആരായിരിക്കും? സ്വന്തം അമ്മയായിരിക്കും. അതൊന്ന് യൂറോപ്പിൽ നിത്യസംഭവമാണ്. അവിടെയൊക്കെ നമ്മളെ നാടും വരും. കാരണം കെട്ട് പൊട്ടിയാൽ പിന്നെ എവിടെ നിന്ന് പറയാൻ പറ്റില്ല. കെട്ട് പൊട്ടിയാൽ പിന്നെ എവിടെ നിന്ന് എന്തൊക്കെ പിന്നെ ഉണ്ടാവും പറയാൻ പറ്റില്ല. ഒരു മാലയെ പോലെയാണ് അതിന്റെ നൂല് പൊട്ടപ്പെട്ടു എന്നിരിക്കട്ടെ. ഒരു ചൊറുക്കിനിങ്ങനെ പോയാൽ നിലനിൽക്കും, പൊട്ടിയാലോ പിന്നെ എന്ത് വെച്ച് പറയാൻ പറ്റില്ല. ഇപ്പൊ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം പൊട്ടി. മലബാറിൽ പൊട്ടിക്കഴിഞ്ഞു. മലബാറിൽ പൊട്ടിക്കഴിഞ്ഞു. മലബാറിലെ സിൽക്ക് പൊട്ടിയിട്ടുണ്ട്. അത് യാതൊരു സംശയമില്ല. മലബാറിലെ സിൽക്ക് പൊട്ടിയിട്ടുണ്ട്. ഒരു മാലയുടെ നൂല് പൊട്ടിയാ പിന്നെ എന്ത് വരുമെന്ന് പറയാൻ പറ്റൂല. പിന്നെ അവസാനത്തെ മണിയും ഉതിർന്നു വീഴാതെ, ആ മാലയുടെ മണി അവസാനത്തതും ഉതിർന്നു വീഴാത്തൊരു സംഭവം ഉണ്ടാവുകയില്ല. ഇല്ലെങ്കിൽ എന്ത് വേണം? അടുത്ത മണി ഒരു മണി ചാടി, അടുത്ത മണി ചാടുമ്പോഴത്തിൽ കെട്ടണം. അങ്ങനെ ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മന്ത്രിച്ചൂതി വെള്ളം കുടിക്കുക. ഞാൻ തന്നെ മന്ത്രിച്ചൂതിയിട്ട് വെള്ളം കുടിക്കുക. കഴിഞ്ഞ ദിവസം ഒരു യാത്ര, രാത്രി ഒരു മന്ത്രിച്ചൂതൻ്റെ വെള്ളം, മന്ത്രിച്ചൂതി 41 വട്ടം മന്ത്രിച്ചൂതണം. ഊതി. അങ്ങനെ മന്ത്രിച്ചൂതി കഴിഞ്ഞ് കുടിക്കാൻ ഒരുങ്ങാണ്. കുടിച്ചു, ഒരു മുറുക്ക് കുടിച്ചു. ഒരു മുറുക്ക് കുടിച്ചപ്പോഴത്തേന് ഞാൻ ഒന്ന് കണ്ണുമളിയപ്പോൾ ഈ ഗ്ലാസ് അങ്ങനെ തന്നെ മുന്നിക്ക് വീണു. അപ്പോൾ ഞാൻ അപ്പം ബോധം വന്ന് അതിൽ പെട്ടെന്ന് തട്ടിപ്പടിച്ചെടുത്ത്, അതുകൊണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കിട്ടി. ചിലപ്പോൾ ഒന്നും കിട്ടൂല. ഈ സംഭവം ഈ അരിതിനെ ചോക്കി കന്യാമാമിനെ കുത്തിയാൽക്കൂ. മാല പൊട്ടിയാൽ, മലബാറിൽ മാല പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്ത് വേണം? ഒരു സംശയമില്ല. നിങ്ങൾ എത്ര മൂല്യരും സമ്മേളനം ഉണ്ടായിട്ടും കാര്യമില്ല. മലബാറിലെ ദീനിന്റെ മാല പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു. യാതൊരു സംശയം വേണ്ട, യാതൊരു സംശയം വേണ്ട. ഒരു മാലയുടെ നൂല് പൊട്ടപ്പെട്ടത് പോലെയായിരിക്കും. പൊട്ടിയാലോ ഉള്ളൊരു മാല കൈ പിടിച്ചോ ജാഗരൂകനാണ്. അല്ലെങ്കിൽ 2-3 മണി പോയപ്പോഴത്തേന് പൊട്ടിച്ച് കെട്ടി. 4 മണിയെ പുറത്തേയുള്ളൂ. ഇനി ആ 4 മണി ഈ മാലയ്ക്ക് കയറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ബാക്കി 96 മണി ഉണ്ടല്ലോ. 1 മിനിറ്റ് നേരം വൈകിയാൽ ഒക്കെ പോകും. അതിനെന്ത് വേണം? മൂല്യമായി ഇന്റലിജന്റ് ആണ്. അങ്ങനത്തെ സംഭവിപ്പില്ല. പൊട്ടുകയാണ്, കെട്ടണം. കെട്ടുക പൊട്ടിയെന്ന് പറഞ്ഞാലാണ് വിഷമം എല്ലാവർക്കും. പൊട്ടിക്കഴിഞ്ഞു.
100 തെളിവ് എൻ്റെ കയ്യിലുണ്ട്. 1, 2, 10 തെളിവ്. വെറുതെ പറയില്ല, സത്യം. മലബാർ എൻ്റെ പ്രത്യേകിച്ച് പറയാൻ, മലബാർ എന്ന ഒരു ദീനിൻ്റെ നാടായിരുന്നു. ഇന്ന് മലബാറിലെ ദീനിന്റെ മാല പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു. മലബാറിൽ നിങ്ങൾ എത്ര സുന്നി സമ്മേളനം നടത്തിയിട്ടും കാര്യമില്ല, മലബാറിലെ മാല പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ആ മാലക്ക് പെട്ടെന്ന് കെട്ടിടാൻ നിലവിലുള്ള ആളുകൾക്ക് കഴിയുകയില്ല. എന്തുകൊണ്ട്? അവർ ഈ വിഷയത്തിൽ ബോധവാന്മാരല്ല. മലബാറിൽ ചില്ലറ കൊല്ലം കൊണ്ട് ദീൻ നഷ്ടപ്പെട്ടു പോകും. യാതൊരു സംശയം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒക്കെ പോകും. എല്ലാം കഴിയില്ല. മാലയുടെ നൂൽ മണിയും പൂർത്തിയാകുമ്പോഴൊക്കെ ഖിയാമത്ത് നാളിൻ്റെ ഇടയാളങ്ങൾ അവിടെ റസൂലുള്ളാഹി പറഞ്ഞിടത്തും ദീനും അങ്ങനെ തന്നെയാണ്. ദീന പോകലനായിരിക്കും. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ഒരു കാരണം റബ്ബിൻ്റെ ഹഖ് നഷ്ടപ്പെട്ടു പോയി, അദബ് നഷ്ടപ്പെട്ടു പോയി. ഐഹികമായ ദുനിയാവ് നമ്മുടെ ലക്ഷ്യമായി. ഐഹികമായ ദുനിയാവ് ഒരാൾക്ക് ലക്ഷ്യമായാൽ കുപ്പായം വെളുക്കും, പള്ളി വലുതാകും എന്നല്ലാതെ യാതൊരു കാര്യവുമില്ല. ഐഹികമായ ദുനിയാവ് ലക്ഷ്യമായാൽ ദുനിയാവും ദീനും ഒരുമിച്ച് കൂടുകയില്ല. ദീന് വലത്തോട്ടും ദുനിയാവ് ഇടത്തോട്ടുമാണ്, അതൊന്നിച്ചു കൂടുകയില്ല. ദീനിന്റെ പോക്ക് വലത്തോട്ടാണ്, ദുനിയാവിന്റെ പോക്ക് ഇടത്തോട്ടാണ്, അത് തമ്മിൽ കൂടുകയില്ല. രണ്ട് വഴിക്കാണ്, ഒരിക്കലും ഒന്നിച്ചുകൂടില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നാളെ 10 മണിക്ക് ക്ലാസ് തുടങ്ങും. ഇന്ന് 10 മണിക്ക് അവസാനിക്കുന്നു, നാളെ 10 മണിക്ക് തുടങ്ങും. ഇന്നത്തെ രാത്രിയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹിനോട് ആത്മാർത്ഥമായി പറയുക, കരിഞ്ഞ് പറയുക. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്ത് തരട്ടെ. ബിബറകത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ പഠിച്ചവനെ ഞങ്ങളൊക്കെ നന്നാക്കി തരണമേ റബ്ബേ. നീ പൊരുത്തപ്പെട്ട അടിമകളിൽ ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. പുറത്തു തരണമേ റബ്ബേ. ഞങ്ങൾ അമ്മാക്കും അപ്പാക്കും ഒക്കെ പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങളെ മക്കളെ സ്വാലിഹാക്കി തരണമേ റബ്ബേ. ഞാൻ പ്രയാസങ്ങൾ പരിഹരിക്കണമേ റബ്ബേ. എല്ലാം നീ ഖൈറിലാക്കി തരണമേ റബ്ബേ. എല്ലാം റാഹത്തിലാക്കി തരണമേ റബ്ബേ. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار